മോഡിയുടെയും ഇന്ത്യയുടെയും അടുത്ത ലക്ഷ്യം പാക് അധീന കാശ്മീരാണെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ ചർച്ചകൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായ പി ഹരീഷ് പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ ഭാഗത്തു നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ശക്തമായ താക്കീത് നൽകി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ ചർച്ചകൾക്കിടയിൽ കാശ്മീർ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾക്ക് മറുപടി എന്നോണമാണ് പി ഹരീഷ് ഇക്കാര്യം പറഞ്ഞത്. മുമ്പും രക്ഷാസമിതിയിലെ ചർച്ചകൾക്കിടയിൽ ഇന്ത്യ പലകുറി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് പല സൂചനകളും വന്നിരുന്നു. നേരത്തെ പാകിസ്ഥാൻ കാശ്മീരിൽ ഒരു ജനഹിത പരിശോധന നടത്തണമെന്നും ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 1948 ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗീകരിച്ച പ്രമേയത്തിൽ പട്ടാളത്തെ പിൻവലിക്കണമെന്ന വ്യവസ്ഥ പാകിസ്ഥാൻ പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനും പി ഹരീഷ് മറന്നില്ല. ഇതിനു മുമ്പ് പലതവണ ഭീകരത അവസാനിപ്പിക്കണമെന്നും പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അത് ഇന്ത്യ തിരിച്ചുപിടിക്കുമെന്നും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിരവധി തവണ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇതുതന്നെയാണ് ഇന്ത്യയുടെ രാജ്യസുരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും കഴിഞ്ഞ മാസം പറഞ്ഞത്. പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് പാകിസ്ഥാൻ അംഗീകരിച്ചേ മതിയാകൂവെന്നും ഇതിനായി ഇന്ത്യ മുൻകൈയെടുക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെല്ലാം പുറമെ ബ്രിട്ടീഷ് സന്ദർശന വേളയിൽ ലണ്ടനിൽ വെച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാശ്മീർ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യ ഇതുവരെ ചെയ്ത ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായി പരിവർത്തനപ്പെടുത്തൽ, പൊതു തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്, ഇനിയുള്ളത് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കാശ്മീർ ഭാഗം തിരിച്ചുപിടിക്കൽ, ഇതുകൂടി അവസാനിക്കുന്നതോടെ കാശ്മീർ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുമെന്നാണ്. ഇത്തരം നിരന്തരമായി വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തവണ ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണെന്നും ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ്. ഈ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ചുള്ള അല്പം ചരിത്രമാകാം ഇനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടന്നിരുന്ന ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചതോടെ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യയിലും പാകിസ്ഥാനിലും ലയിക്കുകയും രണ്ട് രാജ്യങ്ങളായി മാറുകയും ചെയ്തു. എന്നാൽ ജമ്മുവിൻ്റെയും കാശ്മീരിൻ്റെയും ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരി സിംഗ് ഇന്ത്യൻ യൂണിയനിലും പാകിസ്ഥാനിലും ചേരാതെ സ്വതന്ത്ര രാജ്യമായി നിന്നു. ഇങ്ങനെ തീരുമാനമെടുക്കാനുള്ള അവകാശം എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും നൽകിയിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി ഏകദേശം 2 മാസം കഴിയുമ്പോഴേക്കും പാകിസ്ഥാനിലെ ഗോത്രവർഗക്കാർ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ ജമ്മു കാശ്മീരിനെ ആക്രമിച്ചു. ഈ ആക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ രാജാ ഹരി സിംഗ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ഇന്ത്യയിൽ ലയിക്കുകയും ചെയ്തു. ഇതിനോടകം പാക് പട്ടാളം കാശ്മീരിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു. ഇത് തിരിച്ചു പിടിക്കുന്നതിനായി ഇന്ത്യ സൈന്യത്തെ അയക്കുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് 1949 ജനുവരി 1 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കുകയും 1949 കറാച്ചി കരാർ പ്രകാരം നിയന്ത്രണ രേഖ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ ഇതിനോടകം കയ്യേറിയിരുന്ന ഗിൽജിറ്റ്, ബാൾട്ടിസ്ഥാൻ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെ കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലായി. ഈ പ്രദേശങ്ങൾ തുടർന്നും പാകിസ്ഥാൻ കൈവശം വയ്ക്കുകയും ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു താവളമാക്കുകയും ചെയ്തു. ഈ പ്രദേശത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും 1965-ലും 1999-ലും യുദ്ധം ചെയ്തെങ്കിലും ഇപ്പോഴും ഈ പ്രദേശം പാകിസ്ഥാൻ്റെ കയ്യിൽ തന്നെയാണ്. ഇങ്ങനെ കയ്യേറിയ ജമ്മു കാശ്മീർ പ്രദേശം ഔദ്യോഗികമായി പാകിസ്ഥാൻ്റെ ഭാഗമായി കണക്കാക്കുന്നില്ലെങ്കിലും പാകിസ്ഥാൻ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രദേശത്തെയും ഭരണം നടന്നു പോകുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം വളരെ തന്ത്രപ്രധാനമാണ്. കാരണം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC കടന്നു പോകുന്നത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വഴിയാണ്. കൂടാതെ ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായുള്ള അതിർത്തി പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഇന്ത്യക്ക് അതിനിർണായകമാകുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണുമ്പോൾ ഈ പ്രദേശവും അധികം വൈകാതെ ഇന്ത്യയുടേതായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.